അപ്പം ഞായറാഴ്ച എന്ന് പറയുന്നത് അഷ്ടമിരോഹിണി എന്ന് പറയുന്നത് ഭഗവാന്റെ ജന്മദിനമാണ്. ആ ഭഗവാൻ വളരെ കരുത്തനാണ്, സമർത്ഥനാണ്, സർവ്വ അഭീഷ്ടകാരകനാണ്. അപ്പോൾ ആ ഭഗവാന്റെ ജന്മദിനം നമ്മളുടെ കുട്ടിയുടെ ജന്മദിനം പോലെ എൻ്റെ 10 ഇരട്ടി ശക്തമായിട്ട്, നമ്മുടെ കുടുംബത്തിൽ ജനിക്കുന്ന ഉണ്ണിയുടെ 10 ഇരട്ടി ശക്തമായിട്ട്, നമ്മുടെ ജീവിത അടുത്ത അഷ്ടമിരോഹിണിക്കും എനിക്ക് ഭഗവാനെ തരണേ എന്നുള്ള സങ്കല്പത്തിൽ അതേ ആ പ്രാർത്ഥനയോടുകൂടി ധാരാളം നാമം ജപിച്ചു. ധാരാളം നാമം ജപിക്കുകയല്ല, ഒരനക്കത്തിൽ പോലും ശ്രീകൃഷ്ണൻ മനസ്സിൽ ധ്യാനിച്ച ഒരു ദിവസം നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെക്കണം. അത്രയും ഗംഭീരമാണ്. ഈ പറഞ്ഞ വഴിപാടുകൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ വകയായിട്ട് ക്ഷേത്രത്തിൽ നടത്തിയിരിക്കണം. നിർബന്ധമായി നടത്തണം. നടത്തി അതിൻ്റെ പ്രസാദം വാങ്ങിച്ച് തൊഴുതിരിക്കണം. അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിരിക്കണം. നമ്മൾ ഇപ്പോൾ വൈകുന്നേരമാണ് അമ്പലത്തിൽ നിവേദ്യങ്ങൾ, രാവിലെ കൊണ്ട് അമ്പലത്തിൽ ഏൽപ്പിക്കാം. നമ്മുടെ വക ഇന്ന വഴിപാട്, പാൽപ്പായസമാണ് പായസം, ഉണ്ണിയപ്പം നിവേദ്യം, അവിൽ നിവേദ്യം. അവർക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക. ഉണ്ണിയപ്പത്തിന് സാധനം മേടിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിൽ നിവേദ്യം, കരിക്ക് കൊണ്ട് കൊടുക്കുക, വെണ്ണ കൊണ്ട് കൊടുക്കുക, പഞ്ചസാരയും പഴവും, ഒത്തിരി പഞ്ചസാരയും ഒരു പഴവും കൂടെ, കുറച്ച് പഴവും കദളിപ്പഴോ നല്ല പഴങ്ങൾ മേടിച്ച് ഭഗവാന് കൊണ്ട് കൊടുത്ത് നിവേദിക്കാം. എന്നിട്ട് നിവേദിച്ച് വാങ്ങാം. അങ്ങനെ അതിഗംഭീരമായിട്ട് നിങ്ങൾ ഈ ദിവസത്തെ കൊണ്ടുപോകണം.